പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം ആദ്യം ശ്രീലങ്ക സന്ദർശിക്കും. ശ്രീലങ്കയിൽ പാർലമെൻ്ററി കാര്യമന്ത്രി ആണ് ഇക്കാര്യം അവിടെ ഇന്നലെ അനൗൺസ് ചെയ്തത്. 2015 ശേഷം പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി സന്ദർശിക്കാൻ പോകുന്ന 4ാമത്തെ തവണയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വിപുലമായ പ്രോഗ്രാംസാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ആ മന്ത്രി വെളിപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ മാസം ശ്രീലങ്കൻ പ്രസിഡന്റ് ഡൽഹിയിൽ വന്നിരുന്നു. അന്ന് ധാരണയിലെത്തിയ ചില കരാറുകൾ ഇവർ സംയുക്തമായി ഈ സന്ദർശന വേളയിൽ ഒപ്പുവയ്ക്കും. കൂടാതെ NTPCയും സിലോൺ ഇലക്ട്രിസിറ്റി ബോർഡും സംയുക്തമായി നിർമ്മിച്ച 135 മെഗാവാട്ടിൻ്റെ ഒരു സോളാർ പ്ലാന്റ് അദ്ദേഹം പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യും. ഇത്രയുമാണ് പ്രഖ്യാപിക്കപ്പെട്ട കാര്യങ്ങൾ ഈ സന്ദർശനം. ഇത് ഏപ്രിൽ ആദ്യവാരമാണ്. ഇതിനെപ്പറ്റി ഇന്ത്യ ഗവൺമെൻറ് ഒരു കമ്മ്യൂണിക്കെ ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും ഇത് വസ്തുതാവിരുദ്ധമാകാൻ സാധ്യതയില്ല. അപ്പം ഈ തൊട്ടയൽ രാജ്യമായ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വളരെ സ്മൂത്താണിപ്പോൾ. ചൈന അവിടെ വലിയൊരു തുറമുഖം നിർമ്മിച്ചതിന് ശേഷം ശ്രീലങ്ക വന്നുവിട്ട ഗതികേട്, സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ അവസരയുതമായി ഇന്ത്യ ഇടപെടുകയും വേണ്ട പിൻബലം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ശ്രീലങ്കൻ ഇൻഡോ സൗഹൃദം അതിനെ എങ്ങനെയാണ് ഘോഷ് കാണുന്നത്? അല്ലാതെ ഇപ്പോൾ ഒരു ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള വളരെ നല്ല ക്ലോസ് റിലേഷൻഷിപ്പാണ്, നല്ല ബന്ധമാണെന്ന് ഇന്നലെ അവിടുത്തെ അസംബ്ലിയിൽ വിദേശകാര്യമന്ത്രി വിജിത ഹെരാത്ത് അവർ തന്നെ പറയുകയുണ്ടായി. അപ്പം ഇതൊരു ഈ മാറുന്ന ലോകക്രമത്തിൽ ഉള്ള ഒരു ഇന്ത്യ എടുക്കുന്ന ഒരു നേതൃപരമായ ഒരു വിദേശ നയവും കൂടെയുണ്ട്. കാരണം ഇപ്പം ലോകക്രമം ആകെ മാറി. ഇപ്പം ട്രംപ് വന്നതോടുകൂടി ഇപ്പം ഈ അമേരിക്ക ഒരു ദ്വീപ് പോലെ ആവുന്നു, നാറ്റോ, യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ എല്ലാം വേറെ ആവുന്നു. അതുകൊണ്ട് തന്നെ മറ്റേത് അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ എതിർത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ എന്നുള്ള വിഭാഗം ഉണ്ടായിരുന്നു. ഇപ്പൊ അതും കംപ്ലീറ്റ് മാറുന്നു. ബൈപോളാർ എന്നുള്ള സാധനം മാറി ഇത് പുതിയൊരു പൊളാരിറ്റിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ മുന്നോട്ട് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ ചൈനയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തി. അതേപോലെ തന്നെ നമ്മുടെ ഈ മാൽഡീവ്സ് ഒക്കെ എതിർത്ത് നിന്നിട്ട് പോലും അവസാനം വരുതിക്ക് കൊണ്ടുവന്നു. മൗറീഷ്യസ്, അതേപോലെ തന്നെ നമ്മുടെ ഇപ്പം ബംഗ്ലാദേശിൽ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് വളരെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ചില മാറ്റങ്ങൾ സമീപഭാവിയിൽ വരും. കാരണം ഇന്ത്യയുടെ നിശബ്ദത വളരെ നിശബ്ദതയാണ്. അതേപോലെ മ്യാൻമാറിലെ അതുപോലെ തന്നെ. അപ്പം ശ്രീലങ്കയിലെ സംഗതി ഇപ്പം നേരത്തെ സുജാതൻ പറഞ്ഞതുപോലെ ഈ തുറമുഖം പണിതോടുകൂടി ശ്രീലങ്കയ്ക്ക് മനസ്സിലായി സംഗതി എന്താണെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ അത്ര ഒരു അപകടമുണ്ട്. ഒരു ജൈവപരമായ ബന്ധം ഇന്ത്യയുമായിട്ടാണല്ലോ ഉണ്ടായത്. അപ്പോൾ ആ ഒരു ഇന്ത്യയുടെ പാർട്ടായിരുന്നു സാധനം. മാത്രമല്ല ഇവിടെ നിന്ന് നമുക്ക് നീന്തി വേണമെങ്കിൽ അപ്പുറത്ത് പോകാവുന്ന ദൂരമാണല്ലോ ഇതുള്ളത് സാധനം. അപ്പം ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അതല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് അവർക്ക് പോകാനും പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ഉണ്ടായത്. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ ദിസ്നായകയുടെ ഫസ്റ്റ് വിസിറ്റ് ഇന്ത്യയിലേക്കായിരുന്നു. അത് വളരെ ഊഷ്മളമായ സന്ദർശനമായിരുന്നു. അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്കാണ് ഇപ്പോൾ നരേന്ദ്രമോദി പോയിരിക്കുന്നത്. അപ്പം ഈ ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ ഒരു ഗ്ലോബൽ സൗത്തിൻ്റെ ഈ ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളുമായിട്ട് ഉള്ള ഒരു വലിയൊരു സൗഹൃദം ഇപ്പം തന്നെ ഇന്ത്യ സ്ഥാപിച്ചു. അതിനകത്ത് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിൻ്റെ ഒരു സംഭാവന ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ എനിക്ക് തോന്നി സമീപ കാലഘട്ടത്തിൽ ഇന്ത്യ കണ്ടുള്ള ഏറ്റവും ഗംഭീരമായ, എനിക്ക് തോന്നുന്നു ലോക വിദേശ ഈ നയതന്ത്രത്തിൻ്റെ അടുത്ത് നോക്കിയാൽ പോലും ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള, ഉദാഹരണത്തിന് അവ്യക്തത എന്നുള്ളൊരു സാധനം ജയശങ്കറിൻ്റെ സംഗതിയിലില്ല. വളരെ വ്യക്തമായ രീതിയിൽ ഇപ്പം റഷ്യ ഉക്രൈൻ വാർ വന്നപ്പോൾ എടുത്ത നിലപാട് തന്നെ നോക്കുക. അപ്പോൾ ഈ രീതിയിലേക്കുള്ള മാറുന്ന ഒരു പുതിയ ലോകക്രമത്തിൻ്റെ ഭാഗത്തിൻ്റെ ഇതും കൂടിയാണ് യഥാർത്ഥത്തിൽ മോഡി വളരെ പ്രോആക്റ്റീവായി മാറി. ഇപ്പോൾ സമീപ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ വളരെ പ്രോആക്റ്റീവായിട്ട് മാറി. ഇത് യഥാർത്ഥത്തിൽ ശ്രീലങ്കൻ ജനതയുടെ പ്രതീക്ഷയും വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. തീർച്ചയായിട്ടും ഈ ഇന്ത്യയുമായിട്ടുള്ള
ഒരു ഒരു അടുപ്പം. ബന്ധം എന്ന് പറയുന്നത്. അത് ഇത് ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ നമ്മുടെ ശ്രീലങ്കയുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഇപ്പം വിശേഷിച്ച് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു വിഷയമാകുന്ന സംഗതിയായിരുന്നു. ഇപ്പം തമിഴ്നാട്ടിലെ ശ്രീലങ്കൻ അവസ്ഥകൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം ഉപയോഗിച്ചത് പോലും ഇപ്പോൾ അതിനകത്ത് നിശബ്ദമായി മാറിയിട്ടുണ്ട് സംഗതി. അല്ല, 40 വർഷം മുമ്പ് നമ്മൾ ഈ LTTE-യുടെ അതെ ഭീകരാക്രമണ കാലം ഓർക്കുകയാണ്. അതെ. ശ്രീലങ്കയിൽ വെടിയും പടയും ഒഴിഞ്ഞിട്ട് സമയമില്ലായിരുന്നു. മാത്രമല്ല തമിഴ്നാടിൻ്റെ ഒരു പൊളിറ്റിക്കൽ പിന്നെ ഇൻട്രസ്റ്റ് അതിനകത്തുണ്ടായിരുന്നു, കരുണാനിധിക്കും പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾക്ക് അതൊരു ഹോട്ട് സ്പോട്ടായിട്ട് കരുതുകയായിരുന്നു. അക്കാലത്ത് പ്രൈം മിനിസ്റ്ററായിരിക്കെ പിന്നെ രാജീവ് ഗാന്ധി കാണിച്ച ഒരു ഡിപ്ലോമാറ്റിക് എറർ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സസിനെ ശ്രീലങ്കയിലേക്ക് അയച്ച് ദീർഘകാലം അയച്ച് അവിടുത്തെ ജനങ്ങളെല്ലാം ഇന്ത്യക്കെതിരായി. തീർച്ചയായിട്ടും. അത് അന്ന് ജയവർദ്ധനെ ഇന്ത്യൻ വംശജരോട് ആഭിമുഖ്യമുള്ള പുലികളെ അമർച്ച ചെയ്യാൻ ഇന്ത്യൻ പട്ടാളക്കാരെ ഉപയോഗിക്കുക വഴി ജയവർദ്ധനയുടെ ഡിപ്ലോമസി വിജയിച്ചു. അത് ഇന്ത്യക്ക് ഇന്ത്യക്കും രാജീവ് ഗാന്ധിക്കും ഇന്ത്യയുടെ ഭാഗതയത്തെ തന്നെ മാറ്റി മറിച്ചൊരു സംഗതിയായി. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ പീസ് IPKF ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ പോയി നടത്തിയിട്ടുള്ളത് അത്ര ശ്ലാഘനീയമായ സംഗതികളല്ല. നമ്മുടെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ള സമിതികൾ അവിടെ പോയി പഠനം നടത്തിയിട്ടത് അപലപിക്കുന്നത് മാത്രമല്ല വെളിപ്പെടുത്തിയ സംഗതികൾ പോലും വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ അതിന്റെ അനന്തരഫലമാണ് രാജീവ് ഗാന്ധിയുടെ അന്ത്യം എന്ന് വരെ വ്യാഖ്യാനിക്കുന്ന അതാണല്ലോ. വളരെ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള വസ്തുക്കൾ വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണല്ലോ. അത്തരം ഒരു ഫെയിലർ ഡിപ്ലോമസി ഇതിലുണ്ടായി. അതെല്ലാം ദൂരീകരിച്ചിട്ടാണ് പുതിയൊരു നയതന്ത്ര അന്തരീക്ഷത്തിലേക്ക് ഇന്ത്യ. തീർച്ചയായിട്ടും. മാത്രമല്ല ശ്രീലങ്കയിലും മാറ്റങ്ങളുണ്ടായി. ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ് ജനതയുമായിട്ടുള്ള ഒരു വൈരാഗ്യം വെച്ച് പുലർത്തിക്കൊണ്ട് ശ്രീലങ്കൻ ഇപ്പം ഈ ഭരണകൂടം മുമ്പോട്ട് പോകാൻ ഉള്ള ഒരു സാധ്യതയും ഇപ്പം കാണുന്നില്ല സാർ. കുറേയും കൂടെ ഒരു മൃദു സ്വഭാവത്തിലാണ് ഇപ്പം ദിസനായകയുടെ സമീപനം എന്ന് മനസ്സിലാവുന്നു. അത് ഇന്ത്യക്കും ആവശ്യമാണ്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം ശ്രീലങ്കയ്ക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിലും അത് ആവശ്യമാണ്. അതല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയം മാറി. മാത്രമല്ല ചൈനയ്ക്ക് മുതലെടുക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പം ശ്രീലങ്കയ്ക്കും ആവശ്യം തമിഴ് ജനതയെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിനകത്തും ഈ ഊഷ്മളത സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. സോ ഏപ്രിൽ 1st വീക്ക് മോദി ലങ്കയിലെത്തുമ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു ബന്ധത്തിൻ്റെ സൂര്യോദയം കാണാം.